ഹലോ ഗേസ്, ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. അതിൻ്റെ ചെറിയ പാക്കിങ്ങും കാര്യങ്ങളുമാണ്. അത് കഴിഞ്ഞ് കായംകുളം ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ ട്രെയിനിലാണ് യാത്ര തുടങ്ങുന്നത്. ഏകദേശം ഒരു 8:20 രപ്തിസാഗർ എക്സ്പ്രസ്സിനകത്ത് കയറി. ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയുടെ തുടക്കത്തിൽ ഒട്ടും ഉത്സാഹമില്ലായിരുന്നു. കാരണം ചേച്ചി ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അവൾക്ക് ഒട്ടും വരാൻ താല്പര്യമില്ല. കാരണം ചേട്ടൻ സർപ്രൈസായിട്ട് വന്നുകൊണ്ട് പുള്ളി വീട്ടിലുണ്ടായതുകൊണ്ട് ഇയാൾക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ എൻ്റെ അദൃശ്യ കരങ്ങളാ ചേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ച് ആളെ പറഞ്ഞു പിടിപ്പിച്ചു. പക്ഷെ കരഞ്ഞ് മോങ്ങി ട്രെയിനകത്ത് ആകെ സീനാക്കിയിട്ടാണ് ആളെ കൂടെ കൂട്ടിയത്. ചേച്ചി പിന്നെ ഭയങ്കര മൂശയായിട്ടൊക്കെ ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ട്രെയിനിൽ കയറി ഇരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നായിരുന്നു. ഇഡലിയും കടലയായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരോടും കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ കുറച്ച് ചായ വന്നു. അങ്ങനെ ചായ വാങ്ങിച്ചു കുടിക്കുന്നത് കൊള്ളാം. ब्रेकफास्ट शुगर रेडी, शुगर सब में रेडी है। ये चाहिए यार, बिना शुगर वाला चाहिए सब है। അച്ഛൻ പറഞ്ഞ് കുടിക്കുക, ഇഞ്ചിയും ചുക്കുമൊക്കെ അല്ലേ വയറ്റിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെ എങ്ങനെയൊക്കെയോ കുടിപ്പിച്ചു. ചായയുടെ പേരും പറഞ്ഞ് ഞാനും അമ്മയും തമ്മിലൊരു ചെറിയൊരു വഴക്ക് നടന്ന്. ആ വഴക്കാണ് നിങ്ങൾ കാണുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മയടുത്ത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ അമ്മ ഈ ഉറക്കം എൻ്റെ അടുത്ത് കുടിക്കടി എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഷെയിമായിട്ട് തോന്നുന്നുണ്ട്. ഞാനത് അമ്മ എന്തിനാ ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്നത്, പെരിയെ പറഞ്ഞുകൂടായോ എന്നൊക്കെ. ഇനി ഞങ്ങൾ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. ചേച്ചി കുറേ കാര്യങ്ങളൊക്കെ അച്ഛനുമായിട്ടും ഞങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുക. നല്ല പ്രായത്തിൽ അച്ഛൻ എവിടെല്ലോ കൊണ്ടുപോയി ഉള്ള അമ്പലങ്ങൾ മൊത്തം കൊണ്ടുപോയി കറക്കി അടിച്ചില്ല. ഞങ്ങളെ എന്നിട്ട് കൊണ്ടുപോയോ. എന്നിട്ട് അച്ഛൻ്റെ ഒരു ഡയലോഗ്, ഭർത്താക്കന്മാർ കെട്ടിക്കഴിയുമ്പോൾ നിങ്ങളെ അങ്ങ് കൊണ്ടുപോകും പറഞ്ഞു. ഇപ്പൊ കൊണ്ടുപോകുന്നു. എന്നാലും അന്നൊക്കെ നിങ്ങൾ പോയത് കല്യാണത്തിന് മുന്നേ വരെ നിങ്ങൾ ആകെ കൊണ്ടുപോയത് ബദ്രീനാഥിലും കേദാർനാഥിലും. പിന്നെ ഞങ്ങള് കൊണ്ടുപോയിട്ടില്ലല്ലോ. അതിന് മുമ്പ് എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഈ 12 ജ്യോതിർലിംഗവും കാണാൻ പോയതല്ലേ. എന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയാ. ഞങ്ങള് വെറും 3 വേണ്ടേ, വെറും 3. ബാക്കിയോടെ ഇനി കാണാനുണ്ട്. ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞ 100 കേട്ടോ. ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ലോ അവര് കൊണ്ടുപോകും. അവരോട് പറയേണ്ട താമസം. അവരോട് ഞങ്ങളുടെ ഭർത്താക്കന്മാര് കൊണ്ടുപോകുകയൊക്കെ ചെയ്യും. ഞങ്ങളെയും കൂടി ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ തന്നെ പോയിട്ട് വെച്ചിട്ടുള്ളൂ. തൊമ്മനും തൊമ്മയും കൂടി അങ്ങ് പോവാനിരിക്കുക പിള്ളേരെ കെട്ടിച്ചു വിട്ടിട്ട്. അച്ഛനെ അറിയണം കൊണ്ടുപോയി സാന്തപ്പൂ. ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങുന്ന ഞങ്ങളുടെ അപ്പ ഉറങ്ങുമല്ലായിരുന്നു. അപ്പച്ചനോട് അറിയണം. അപ്പച്ചനോട് അറിഞ്ഞാൽ മതി. ഫൈനൽ യാത്രയാണ്. അങ്ങനെ ഫൈനൽ യാത്ര. അച്ഛന് കുറെ നാളുകൊണ്ട് നേപ്പാള് പോണോന്ന് ആഗ്രഹമായിരുന്നു. അതുകൂടി ആവുമ്പോ അച്ഛൻ സംതൃപ്തിയാവും. കൈലാസം ഒന്ന് പിടിച്ചാവും, രക്ഷയില്ല. ശരിയാ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ കൈലാസത്തിൽ പറഞ്ഞു വേണമെന്ന് എങ്ങനായാലും. പക്ഷെ ഇനിയിപ്പോ പറ്റത്തില്ല. അതുകൂടി അച്ഛന് നടക്കാന്നുള്ളൊരു ആഗ്രഹമല്ലേ? ഇല്ലേ അച്ഛാ? അച്ഛന് ആഗ്രഹം ഉണ്ടോ കൈലാസത്തിൽ പോണോന്നുള്ളത്? 3 ലക്ഷം രൂപ അല്ലേ? 3 എത്രയാ? എത്ര ലക്ഷം വേണ്ടത് കൈലാസം പോവാൻ? 3 ലക്ഷം രൂപയോളം വേണം. ഞങ്ങൾക്ക് പോവാൻ പറ്റുമല്ലോ. എനിക്ക് പോവോ? അമ്മയ്ക്കും പോവാൻ തോന്നുന്നു. ഞാൻ പോവാ. അമ്മ എവിടെയാന്ന് വെച്ചാ പോക്കോ. ഒരു മാസം നടക്കണം. അതിനെന്തുവാ നടക്കുന്നതിന്? നടക്കുന്ന പ്രശ്നം, നടക്കാൻ പ്രശ്നം. വയസ്സാകുമ്പോ ക്ഷേത്ര ദർശനത്തിന് പോകണം. പുറത്തുള്ള ക്ഷേത്ര ദർശനത്തിന് പിള്ളേരെയൊക്കെ ഒരു വഴിക്കാക്കിയിട്ടേ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി അമ്പല ദർശനം, നമ്മുടെ കാര്യം നോക്കി പുറത്തുള്ള അമ്പലങ്ങളിൽ പോകണം. ഭയങ്കര ആഗ്രഹം. അതൊക്കെ നടന്നു കിട്ടിയാൽ മതി. ഈശ്വരൻ കൈലാസ് മാനസൊരു ഡൽഹിയിൽ നിന്ന് ബുക്ക് ചെയ്യണം. നേപ്പാളിൽ നിന്ന് എടുത്തല്ലേ? പാസ്പോർട്ടൊക്കെ വേണം. പാസ്പോർട്ട് ഉണ്ട്. പാസ്പോർട്ട് വേണം. പിന്നെ പൈസ ഗവൺമെന്റിന് അടയ്ക്കണം. നമ്മള് പിന്നെ എഴുതി കൊടുക്കണം. തിരിച്ചു വരേണ്ട ഗ്യാരണ്ടി ഇല്ല. അത് നല്ലല്ലോ. വന്നില്ലെങ്കിൽ അവിടെ സമാധിയാവാം. അത് നല്ലതായിരുന്നു. ഞാൻ പോകുന്നതായിരുന്നു. കൈലാസത്തിൽ ശിവൻ മാത്രമല്ല, ശിവനും പാർവതിയുടെ കണ്ടു കഴിഞ്ഞാൽ സംതൃപ്തി.
അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അതുവഴി ഇങ്ങനെ മാങ്ങ പോകുന്നത് കണ്ടു. മാങ്ങയും പൈനാപ്പിളും ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. പക്ഷെ മാങ്ങയ്ക്കാണെങ്കിൽ ഒടുക്കത്തെ പുളിയും ഉപ്പും. എങ്ങനെ അത് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്കും അടുത്ത ബോറടി മാറ്റുണ്ടായോ, അതിന് വേണ്ടി പൊതിച്ചോറുണ്ടായിരുന്നു. അങ്ങനെ പൊതിച്ചോറ് കഴിച്ചു. നല്ലതായിരുന്നു. പൊതിച്ചോറും കഴിച്ച് കുറേ കഴിഞ്ഞ് ഇനി എങ്ങനെയും 3 ദിവസത്തെ യാത്രയാണ്. 3 ദിവസം കടന്നുകൂടാൻ വേണ്ടി പാടുപെടുവാണ്. അങ്ങനെ 2-2:30 ആയപ്പോഴത്തേക്കും ഉച്ചമയക്കത്തിലോട്ട് പോയി. ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഉറങ്ങിയൊക്കെ എണ്ണിട്ട് പിന്നെ കുറേ നേരം പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. ഉറക്കമൊക്കെ എണ്ണിട്ട് വന്നപ്പോഴത്തേക്കും കോയമ്പത്തൂരായിരുന്നു. കോയമ്പത്തൂരിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ചേച്ചിയാണെങ്കിൽ ആ സമയത്ത് എൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചായ വന്നായിരുന്നു. ചായയൊക്കെ കുടിച്ചു. രാത്രിയായപ്പം ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആയപ്പം ഫുഡ് കഴിക്കായിരുന്നു. ബ്രെഡും ജാമും ഇഡലിയും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത ഇനി ഉറക്കമാണ്. ഈ വീഡിയോ ഞാൻ ട്രെയിനിൽ ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നത്. ഭയങ്കര നോയ്സാണ്.